عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. اللهم اغفر لنا ذنبنا كله دقه وجله وأوله وآخره وعلانيته وسره. اللهم اصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. اللهم احفظنا بالإسلام قائمين، واحفظنا بالإسلام قاعدين، واحفظنا بالإسلام راقدين، ولا تشمت بنا أعداء ولا حاسدين. اللهم إنا نسألك من كل خير خزائنه بيدك، ونعوذ بك من كل شر خزائنه بيدك. أما بعد. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ഏറ്റവും ഉത്തമമായ പേരുകളിൽ അൽ മുഅ്മിൻ എന്ന പേരിനെ കുറിച്ചാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ സംസാരിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ ഒരേ ഒരു ആയത്തിൽ മാത്രമാണ് അള്ളാഹുവിൻ്റെ അൽ മുഅ്മിൻ എന്ന പേര് വന്നിട്ടുള്ളത്. സൂറത്തുൽ ഹശറിൻ്റെ അവസാന ഭാഗത്ത് റബ്ബിൻ്റെ ധാരാളം പേരുകൾ പറഞ്ഞ ആയത്തുകളിൽ ഒന്നിലാണ് ഇത് വന്നിട്ടുള്ളത്. അള്ളാഹു പറഞ്ഞു, അല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ. ആ ആയത്തിൽ നമുക്ക് അൽ മുഅ്മിൻ എന്ന അള്ളാഹുവിൻ്റെ പേര് കാണാം. എന്താണ് റബ്ബിൻ്റെ ഈ പേരിൻ്റെ അർത്ഥം? മുഅ്മിൻ എന്നത് നമ്മൾ പടപ്പുകളെക്കുറിച്ച് പറയാറുണ്ട്. ആ ഈമാനിലെ പടപ്പുകളുടെ ഈമാനിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് തസ്ദീഖ് അഥവാ സത്യപ്പെടുത്തുക എന്നത്. സത്യപ്പെടുത്താതെ ഈമാനില്ല. മനുഷ്യരുടെ ഈമാൻ എന്നാൽ അത് 3 കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. തസ്ദീഖും ബിൽ ജിനാൻ, വ ഖൗലും ബിൽ ലിസാൻ, വ അമലുൻ ബിൽ ജവാരിഹി വൽ അർക്കാൻ. ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തുക, നാവ് കൊണ്ട് പറയുക, അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുക. ഇത് 3 കൂടിയാൽ മാത്രമേ ഈമാനാവുകയുള്ളൂ. ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തുക, നാവ് കൊണ്ട് പറയുക, അതുപോലെ അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുക. ഇത് 3 കൂടിയാലേ ഈമാനാവുകയുള്ളൂ. പിഴച്ച ചില കക്ഷികൾ ഇതിൽ നിന്ന് അമലിനെ എടുത്തൊഴിവാക്കിയിട്ടുണ്ട്. അവർ പറയും അമൽ, പ്രവർത്തനം എന്നത് ഈമാനിൻ്റെ പൂർത്തീകരണമാണ് എന്ന്. അല്ല, ഈമാനിൻ്റെ അവിഭാജ്യ ഘടകമാണ് അമൽ. അതില്ലാതെ ഈമാനില്ല. പ്രവർത്തനമില്ലാതെ ഈമാനില്ല. അതാണ് യാഥാർത്ഥ്യം. അഹ്ലുസുന്നത്തിൻ്റെ വിശ്വാസം അതാണ്. ഈമാൻ എന്നാൽ തസ്ദീഖും ബിൽ ജിനാൻ, ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തുക, ഖൗലും ബിൽ ലിസാൻ, നാവ് കൊണ്ട് പറയുക, വഅമലും ബിൽ ജവാരിഹി വൽ അർക്കാൻ, അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുക. അഹ്ലുസുന്നത്തിൻ്റെ ഈമാനിനെ കുറിച്ചുള്ള വിശ്വാസത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഈമാൻ എന്നാൽ യസീദു വയൻഖുസ്, അത് കൂടും കുറയും, കൂടും അത് കുറയും. ചിലപ്പോൾ ഒരേ സഫിൽ നിന്ന് നിസ്കരിക്കുന്ന ആളുകളുടെ ഈമാൻ തമ്മിൽ വലിയ വ്യത്യാസമുണ്ടാകും. ചിലരുടെ ഈമാൻ അത് വലിയ പർവ്വതങ്ങൾ കണക്കെയായിരിക്കും, ചിലരുടെ ഈമാൻ ആകാശമുട്ടയായിരിക്കും, ചിലരുടെ ഈമാൻ വളരെ കുറഞ്ഞായിരിക്കും ഉണ്ടാവുക. അള്ളാഹു നമുക്ക് നമ്മുടെ ഈമാൻ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ഈമാൻ അത് പുതുക്കാൻ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ ഈമാൻ കൂടുക അത് സൽക്കർമ്മങ്ങളിലൂടെയാണ്. യസീദു ബിത്താഅ, സൽക്കർമ്മങ്ങളിലൂടെ അത് കൂടുന്നതാണ്. വയൻഖുസു ബിൽ മഅസിയ, പാപങ്ങൾ കൊണ്ട് തിന്മകൾ കൊണ്ട് അത് കുറയുന്നതാണ്. സൽക്കർമ്മങ്ങൾ കൊണ്ട് കൂടും, അതുപോലെ ദുഷ്കർമ്മങ്ങൾ കൊണ്ട് തിന്മകൾ കൊണ്ട് പാപങ്ങൾ കൊണ്ട് അത് കുറയും. ഇത് അഹ്ലുസുന്നത്തിൻ്റെ ഈമാനിനെ കുറിച്ചുള്ള വിശ്വാസമാണ്. അതിന് അഹ്ലുസുന്നത്തിൻ്റെ തെളിവ് ഖുർആനും സുന്നത്തുമാണ്. അവരവരുടെ വകയായി പറഞ്ഞതല്ല ഇതൊന്നും, മറിച്ച് ഇതിനുള്ള തെളിവ് ഖുർആനിലും സുന്നത്തിലും ധാരാളമായുണ്ട്. നിരവധി തെളിവുകളുണ്ട്. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ സഹീഹിൽ അതിൽ 1-ാമത്തെ ഭാഗം അഥവാ ബദുൽ വഹി
വഹീൻ്റെ ആരംഭം എന്ന് തുടങ്ങുന്ന ഈ സഹീഹുൽ ബുഖാരിയിൽ അധ്യായത്തിനു ശേഷം തൊട്ടുടനെ അദ്ദേഹം കൊണ്ടുവന്ന അധ്യായം കിതാബുൽ ഈമാനാണ്. കിതാബുൽ ഈമാൻ, അതിൽ ഈ കാര്യം തെളിയിക്കുന്ന അനവധി ഹദീസുകളാണ് ഇമാം ബുഖാരി തന്റെ സഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ളത്. അഹ്ലുസുന്നത്തിന്റെ ഈ വിശ്വാസം അത് തെളിയിക്കുന്ന ധാരാളക്കണക്കിന് ഹദീസുകൾ സഹീഹുൽ ബുഖാരിയിൽ തുടക്കത്തിൽ തന്നെ നമുക്ക് കാണാം. നോക്കൂ, നിങ്ങൾ പറഞ്ഞു വന്നത് ഈമാനിന്റെ അർത്ഥമായി നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ത്? തസ്ദീഖ്, സത്യപ്പെടുത്തുക എന്നത്. സത്യപ്പെടുത്തുക, തസ്ദീഖ് ചെയ്യുക. അള്ളാഹുവിൻ്റെ മുഅ്മിൻ എന്ന പേരിന്റെ ഒരർത്ഥം അതാണ്. അള്ളാഹുവിൻ്റെ മുഅ്മിൻ എന്ന പേരിന്റെ ഒരർത്ഥം അതാണ്. അവൻ സത്യപ്പെടുത്തുന്നവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ സത്യപ്പെടുത്തുന്നവനാണ്, അവൻ അംഗീകരിക്കുന്നവനാണ്. സത്യത്തെ അവൻ സത്യപ്പെടുത്തും. സത്യത്തിന്, യാഥാർത്ഥ്യത്തിന് അവൻ തെളിവുകൾ സ്ഥാപിക്കും. യാഥാർത്ഥ്യം അത് എല്ലാവർക്കും ഒരിക്കലും മറഞ്ഞു പോവുകയില്ല. മറിച്ച് അവൻ അതിന് അള്ളാഹു തെളിവുകൾ സ്ഥാപിക്കുന്നതാണ്. നോക്കൂ നിങ്ങൾ, ആ യാഥാർത്ഥ്യങ്ങളിൽ ഏറ്റവും വലിയ യാഥാർത്ഥ്യം ഏതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന യാഥാർത്ഥ്യമാണ്. അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്ന കാര്യം. അതുപോലെ ശ്രേഷ്ഠമായ മറ്റൊരു വാക്ക് ഇല്ല. അഫ്ദലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഞാനും എൻ്റെ മുൻപുള്ള നബിമാരും പറഞ്ഞതിൽ ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക് ഇതാണ്. നോക്കൂ നിങ്ങൾ, നബിമാർ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്, റസൂലുകൾ പറയാത്ത നന്മകൾ എന്തുണ്ട്? ഒന്നുമില്ല. എല്ലാ ശ്രേഷ്ഠമായ വാക്കുകളും മര്യാദകളും വിശ്വാസവും എല്ലാം പഠിപ്പിച്ചവരാണ് അള്ളാഹുവിന്റെ നബിമാർ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, നബിമാർ, ഞാനും എനിക്ക് മുമ്പുള്ള നബിമാരും പറഞ്ഞതിൽ ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക് അത് ഇതാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക്. അതിൻ്റെ ബാക്കിയാണ്, അതിൻ്റെ വിശദീകരണവും അത് ഉറപ്പിക്കുന്ന പദങ്ങളുമാണ് ശേഷമുള്ളത്. വഹ്ദഹു, അവൻ മാത്രം, ലാ ശരീക ലഹ്, അവന് യാതൊരു പങ്കുകാരുമില്ല. വഹ്ദഹു എന്നതിൽ അവൻ മാത്രമാണ് ഇലാഹി എന്ന് ഉറപ്പിക്കുന്നു. ലാ ശരീക ലഹു എന്നതിലൂടെ അവനല്ലാതെ ഒരാൾക്കും ആരാധനക്ക് അർഹതയില്ല എന്ന കാര്യം ഉറപ്പിക്കുന്നു. ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ്, അവനുള്ളതാണ് എല്ലാ ആധിപത്യവും അധികാരവും. വലഹുൽ ഹംദ്, അവനുള്ളതാണ് എല്ലാ സ്തുതിയും. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു ഏതു കാര്യത്തിനും കഴിവുള്ളവനാണ്. ഈ കാര്യം, ഇതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ദലു ദിക്രി ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഫ്ദലു ദുആഇ അൽഹംദുലില്ലാഹ്. ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന അത് അൽഹംദുലില്ലാ എന്നതാണ്. ദുആ അതിൽ ഏറ്റവും ശ്രേഷ്ഠം ഏതാണ്? അൽഹംദുലില്ലാ എന്നതാണ്. ദുആയിൽ ഹംദ് പറഞ്ഞാണ് ദുആ ആരംഭിക്കേണ്ടത്. അല്ലാഹുവിനെ ഹംദ് ചെയ്ത് അവനെ പുകഴ്ത്തിയാണ് എന്തു ചെയ്യേണ്ടത്? പ്രാർത്ഥിക്കേണ്ടത്. നേരെ നമ്മുടെ ആവശ്യം തേടുകയല്ല, മറിച്ച് അള്ളാഹുവിനെ സ്തുതിക്കുന്ന, അവനെ പ്രകീർത്തിക്കുന്ന വാക്കുകൾ പറയണം. ഉദാഹരണത്തിന് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇതൊക്കെ അള്ളാഹുവിനെ പ്രശംസിക്കുന്ന, പുകഴ്ത്തുന്ന, അവന്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുന്ന വാക്കുകളാണ്. ഇത് പറഞ്ഞിട്ടാണ് ദുആ ചെയ്യേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദുആകളിൽ ഏറ്റവും ശ്രേഷ്ഠം അൽഹംദുലില്ലാ എന്നതാണ്. വഅഫ്ദലു ദിക്രി, ദിക്റുകളിൽ ഏറ്റവും ശ്രേഷ്ഠം ഏതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. ഇതുപോലെ ശ്രേഷ്ഠമായ മറ്റൊരു വാക്കില്ല. അള്ളാഹു അവനെ പ്രശംസിച്ചുകൊണ്ട് ധാരാളം കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. അള്ളാഹു അവനെ പ്രകീർത്തിച്ചിരിക്കുന്നു, പ്രശംസിച്ചിരിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹുവിനാണ് സർവസ്തുതിയും. ആരാണ് പറഞ്ഞത്? അള്ളാഹുവാണ്. അവനെ പ്രശംസിച്ചിരിക്കുന്നു, അവനെ പുകഴ്ത്തിയിരിക്കുന്നു. അതുപോലെ നോക്കൂ, ഇത് ഏറ്റവും വലിയ യാഥാർത്ഥ്യമാണ്. അള്ളാഹുവിനെ പുകഴ്ത്തുക, അവന്റെ നന്മകൾ, അവന്റെ വിശേഷണങ്ങൾ പറയുക എന്നത്. അതിലൂടെ അള്ളാഹു സത്യത്തെ, അതിനെ ആളുകൾക്കിടയിൽ സ്ഥാപിച്ചിരിക്കുന്നു. അള്ളാഹു റബ്ബുൽ ആലമീൻ അടിമകൾ അവനെ പുകഴ്ത്തുന്നതിനപ്പുറത്താണ്. അടിമകൾ എങ്ങനെയെല്ലാം റബ്ബിനെ പുകഴ്ത്തിയിട്ടുണ്ട്, അതിനപ്പുറത്താണ് റബ്ബ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുജൂദിലെ ദുആകളിൽ ഒന്നിൽ നമുക്ക് കാണാം, ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാൻ ഒരിക്കൽ രാത്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാത്തപ്പോൾ, നബിയെ കാണാതായി, ഇരുട്ടാണ്, വീട്ടിൽ വെളിച്ചമില്ല, വിളക്കില്ല. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അന്വേഷിച്ച് മസ്ജിദിൽ എത്തി. മസ്ജിദ് വീട്ടിൻ്റെ തൊട്ടടുത്താണല്ലോ.
ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, എൻ്റെ കൈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലിൽ സ്പർശിച്ചു. നോക്കുമ്പോൾ അവിടുന്ന് സുജൂദിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിറിദാക മിൻ സഖതിക് وبمعافاتك من عقوبتك وأعوذ بك منك لا أحصي ثناء عليك أنت كما أثنيت على نفسك. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ കിടന്ന് സുജൂദിൽ തേടുന്നത് ആയിഷ റളിയല്ലാഹു അൻഹ കേൾക്കുകയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിറിദാക മിൻ സഖതിക്, അല്ലാഹുവേ നിന്റെ തൃപ്തി മുഖേന നിന്റെ കോപത്തിൽ നിന്ന് ഞാൻ കാവൽ തേടുന്നു. വബിമുആഫാതിക മിൻ ഉഖൂബതിക്, നിന്റെ മാപ്പ് മുഖേന ഞാൻ നിന്നോട് കാവൽ തേടുന്നു. നിന്റെ മാപ്പ് എടുത്തു പറഞ്ഞുകൊണ്ട് അതിൽ തവസ്സുലാക്കിക്കൊണ്ട് അതുവഴി ഞാൻ നിന്നോട് തേടുന്നു. അള്ളാഹുവിൻ്റെ സിഫത്തുകൾ അവനോട് പ്രാർത്ഥിക്കാനുള്ള വസീലയാണ്. അതെടുത്തു പറഞ്ഞ് തേടുക എന്നത് തവസ്സുലിൻ്റെ ഒരു ഇനമാണ്. അത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ സഹായകമാണ്. മാപ്പ് മുഖേന റബ്ബെ ഞാൻ നിന്നോട് ചോദിക്കുന്നു, നിന്നോട് കാവൽ തേടുന്നു മിൻ ഉഖൂബതിക്, നിന്റെ ശിക്ഷയിൽ നിന്ന്. വഅഊദു ബിക മിൻക്, നിന്നോട് ഞാൻ കാവൽ തേടുന്നു നിന്നിൽ നിന്ന്. അള്ളാഹുവിൽ നിന്ന് രക്ഷപ്പെട്ടോടാൻ ഒരു സങ്കേതമില്ല അള്ളാഹുലേക്കല്ലാതെ. വഅഊദു ബിക മിൻക ലാ ഉഹ്സി സനാഅൻ അലൈക്, നിന്നെക്കുറിച്ചുള്ള പ്രശംസകൾ പുകഴ്ത്തലുകൾ എനിക്ക് ക്ലിപ്തപ്പെടുത്താൻ സാധ്യമല്ല, ഇതെനിക്ക് മുഴുവൻ പറയാൻ കഴിയില്ല. അൻത കമാ അസ്നൈത അലാ നഫ്സിക്, നീ നിന്നെക്കുറിച്ച് എങ്ങനെ പ്രശംസിച്ചിട്ടുണ്ടോ അങ്ങനെയാണ് നീ. ഇതാണ് റബ്ബിന്റെ പ്രത്യേകത. അള്ളാഹു നമുക്ക് അവനെ കുറിച്ച് അറിയിച്ചു തന്ന വിശേഷണങ്ങൾ മാത്രമല്ല അവനുള്ളത്, മറിച്ച് അതിലും എത്രയോ അപ്പുറത്താണ് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളും അവൻ്റെ പേരുകളും. പ്രയാസം മാറാൻ, ദുഃഖം മാറാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആ ഉണ്ടല്ലോ, അത് കേട്ടവരൊക്കെ കാണാതെ പഠിക്കണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അല്ലാഹുമ്മ ഇന്നി അബ്ദുക വബ്നു അബ്ദിക വബ്നു അമതിക നാസിയതി ബിയദിക എന്ന് തുടങ്ങുന്ന ദുആ. അതിൽ കാണാം, അല്ലാഹുവേ ഞാൻ നിന്റെ എല്ലാ പേരുകൾ മുഖേന നിന്നോട് ചോദിക്കുന്നു. വമിൻ അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക സമ്മൈത ബിഹി നഫ്സക, നീ നിന്നെ വിളിച്ച എല്ലാ പേരുകൾ കൊണ്ടും, ഔ അൻസൽതഹു ഫി കിതാബിക, നിന്റെ കിതാബുകളിൽ നീ അവതരിപ്പിച്ച മുഴുവൻ പേരുകൾ കൊണ്ടും, ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക, നിന്റെ സൃഷ്ടികളിൽ ആരെ നീ പഠിപ്പിച്ചിട്ടുണ്ടോ ആ പേരുകൾ കൊണ്ടെല്ലാം, ഔ ഇസ്തഅസർത ബിഹി ഫി ഇൽമിൽ ഗൈബി ഇൻദക, റബ്ബേ നീ ആർക്കും പറഞ്ഞു കൊടുക്കാതെ നിന്റെ അദൃശ്യ വിജ്ഞാനത്തിൽ മാറ്റിവെച്ച പേരുകൾ കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു. അള്ളാഹു അവൻ്റെ പടപ്പുകൾക്ക് ആർക്കും പഠിപ്പിച്ചു കൊടുക്കാത്ത പേരുകളും വിശേഷണങ്ങളും മഹത്വവും അവനുണ്ട്. എന്നിട്ടാണ് ദുഃഖം മാറാൻ തേടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ കാണാതെ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ദുആ ചെയ്തവന്റെ ദുഃഖം അള്ളാഹു നീക്കി കൊടുക്കുമെന്നാണ്. അതിനുള്ള മറ്റൊരു തെളിവാണ് ഖിയാമത്ത് നാളിൽ പടപ്പുകളെല്ലാം ഭയപ്പെട്ട് ആരും വിചാരണക്കെടുക്കാൻ അള്ളാഹുവിനോട് ശുപാർശ പറയാൻ ധൈര്യപ്പെടാത്ത സമയത്ത് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന് സുജൂദിൽ വീഴുകയാണ്. അവൻ്റെ അർശിന് മുന്നിൽ സുജൂദിൽ വീഴുകയാണ്. കാലങ്ങൾ അള്ളാഹു നബിയോട് പറയും, യാ മുഹമ്മദ് ഇർഫഅ റഅസക സൽ തുഅത വശ്ഫഅ തുശഫഅ. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ സമയത്ത് അവരുടെ ചില വിശേഷണങ്ങൾ ഓർമ്മപ്പെടുത്തി കൊടുക്കുമെന്ന്, അവനെ പുകഴ്ത്താനുള്ള മഹാമിദ്, അവനെ സ്തുതിക്കാനുള്ള വാക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കുമെന്നാണ്, ഓർമ്മപ്പെടുത്തി കൊടുക്കുമെന്നാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? അത് ഇപ്പോൾ എനിക്ക് അറിയില്ല എന്നാണ്. നോക്കൂ നിങ്ങൾ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിൽ അതില്ല, നബിക്കത് അറിയില്ല എന്നാണ്. പരലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു തോന്നിപ്പിച്ചു കൊടുക്കുകയാണ്. അള്ളാഹുവിനെ സ്തുതിക്കുന്ന വാചകങ്ങൾ, അള്ളാഹുവിനെ എന്ത് പറഞ്ഞിട്ടാണ് സ്തുതിക്കുക? അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ പറഞ്ഞിട്ടാണ്. അപ്പം നമുക്കറിയിച്ചു തരാത്ത റബ്ബിൻ്റെ വിശേഷണങ്ങൾ എത്രയോ അധികമുണ്ട്. അതിനുള്ള തെളിവാണ് ആ ഹദീസും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മുഖേന തേടും. അള്ളാഹു പറയും, മുഹമ്മദ് ശിരസ് ഉയർത്തുക, സൽ തുഅത ചോദിക്കുക നൽകപ്പെടും, വശ്ഫഅ തുശഫഅ ശുപാർശ പറയുക ശുപാർശ സ്വീകരിക്കപ്പെടും. അങ്ങനെയാണ് പടപ്പുകളെ വിചാരണക്കെടുക്കാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ശുപാർശ പറയുന്നതും അള്ളാഹു അത് സ്വീകരിക്കുന്നതും. നോക്കൂ നിങ്ങൾ, റബ്ബിനെ അവൻ്റെ പടപ്പുകൾ സ്തുതിച്ചതിന് അപ്പുറത്താണ് റബ്ബ് സുബ്ഹാനഹു വതആല. ഇമാം മുജാഹിദ് ബിൻ ജബർ റഹിമഹുല്ലാ എന്ന മഹാനായ താബിഈ അൽ മുഅ്മിൻ എന്ന പേരിനെ കുറിച്ച് പറഞ്ഞു, അൽ മുഅ്മിനു അല്ലദീ വഹദ നഫ്സഹു ബിഖൗലിഹി ശഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു വൽ മലായികതു വഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത് ലാ ഇലാഹ ഇല്ലാഹു അൽ അസീസുൽ ഹകീം. അല്ലാഹു അവൻ മുഅ്മിനാണ്. അവൻ എങ്ങനെയുള്ളവനാണ്? സത്യപ്പെടുത്തിയവനാണവൻ. അവനല്ലാതെ ആരാധനക്കർഹനില്ല എന്ന തൗഹീദ് അവൻ സ്വയമാണ് നമുക്ക് പറഞ്ഞു തന്നത്. അത് ആ സത്യത്തെ സത്യപ്പെടുത്തലാണ്.
ഏറ്റവും വലിയ സത്യം അതിനെ അള്ളാഹുവാണ് സത്യപ്പെടുത്തിയത്. നോക്കൂ നിങ്ങൾ, ഒരു മുഅ്മിൻ, ഒരു മുസ്ലിം, അവന്റെ വിശ്വാസം അവനതിൽ അഭിമാനിക്കുന്നു. കാരണം അവന്റെ വിശ്വാസം എന്നത് ആളുകളാരെങ്കിലും മെനന്നുണ്ടാക്കിയതല്ല, അവരുടെ പോക്കറ്റിൽ നിന്നെടുത്ത ആശയമല്ല, മറിച്ച് ഇസ്ലാം അത് അള്ളാഹു പഠിപ്പിച്ചതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ആര് പറഞ്ഞതാണ്? അള്ളാഹു പറഞ്ഞതാണ്. അവനാണ് ആ സത്യം സാക്ഷ്യപ്പെടുത്തിയത്. അങ്ങനെ സത്യത്തെ തെളിവുകൾ കൊണ്ട് സ്ഥാപിക്കുന്നവനാണ് അള്ളാഹു. അങ്ങനെയുള്ള മുഅ്മിനാണ് അവൻ, സത്യപ്പെടുത്തുന്നവനാണ്. ആയത്തിൽ നോക്കൂ നിങ്ങൾ, ഷഹിദ് അള്ളാഹു സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. എന്തിന്? അന്നഹു ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ആരാധനക്ക് അർഹനില്ല എന്ന കാര്യം. അതാണ് അഅ്ളമു ഷഹാദ, ഏറ്റവും മഹത്തരമായ ഷഹാദത്ത് അതാണ്. ഇതുപോലെ നോക്കൂ നിങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് അവന്റെ തൗഹീദ് നാം പറയുമ്പോൾ അള്ളാഹു അത് ശരിവെക്കുമെന്നാണ്. ആ സത്യത്തെ അള്ളാഹു സത്യപ്പെടുത്തും. അങ്ങനെയുള്ള മുഅ്മിനാണ് അവൻ. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നിട്ടുള്ള ഒരു ദിക്റുണ്ട്. നമ്മളേവരും പഠിക്കുന്ന, വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്ന ദിക്റാണ്. 5 വാചകങ്ങളാണ് ഇതിലുള്ളത്, 5 വാക്കുകൾ. അതേക്കുറിച്ച് പറയപ്പെട്ടിട്ടുള്ളത് മൻ റുസിഖഹുന്ന ഇൻദൽ മൗത്ത്, മരണസമയത്ത് ആർക്കെങ്കിലും അത് പറയാൻ സാധിച്ചാൽ ലം തമസ്സഹുന്നാർ, അവനെ നരകം സ്പർശിക്കുകയില്ല എന്നാണ്. വളരെ എളുപ്പത്തിൽ നമുക്കത് പഠിക്കാൻ സാധിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ശരീക ലഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇതാണ് 5 വാക്കുകൾ. നോക്കൂ, നിങ്ങൾ പഠിക്കാൻ എളുപ്പമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതാർക്കാണ് അറിയാത്തത്? അതിലെ വാചകങ്ങളാണ് ഇതിലുള്ളത്. ആദ്യത്തിലും അവസാനത്തിലും ഒഴിച്ചേർത്തിയാൽ, 5 വാക്കുകളിൽ ആദ്യത്തിലും അവസാനത്തിലും ഒഴിച്ചേർത്തിയാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ, അതാണ് ആദ്യം. അവസാനത്തെ എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നടുവിലുള്ള 3 വാക്കുകൾ നോക്കൂ നിങ്ങൾ. ഞാൻ ആദ്യത്തിൽ തന്നെ പറയാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ 1, 2 ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു, 3 ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ശരീക ലഹ്, 4 ലാ ഇലാഹ ഇല്ലല്ലാഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദ്, 5-മത്തേത് ലാ ഇലാഹ ഇല്ലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. തുടക്കത്തിൽ മാത്രം അല്ലാഹു അക്ബറും അവസാനത്തിൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അതും. പിന്നെ 3 വാക്കുകളിൽ നമുക്കൊക്കെ അറിയുന്ന ദിക്റുകളിലെ വാക്കുകളേ ഉള്ളൂ. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഹുറൈറ, അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുമാ എന്നീ സഹാബിമാർ പറയുന്നു, അന്നഹുമാ ഷഹിദാ അലാ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അവർ ഇരുവരും സാക്ഷ്യം വഹിച്ചുകൊണ്ട് പറഞ്ഞു, ഇദാ ഖാലൽ അബ്ദ്, ആരെങ്കിലും പറഞ്ഞാൽ, ഒരടിമ പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ, ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യഖൂലുല്ലാഹു തബാറക വ തആല, അല്ലാഹു പറയും, സദഖ അബ്ദി, എൻ്റെ അടിമ പറഞ്ഞത് സത്യമാണ്. നോക്കൂ, അത് അള്ളാഹു സത്യപ്പെടുത്തുന്നത്. അങ്ങനെ സത്യപ്പെടുത്തുന്ന മുഅ്മിനാണ് അള്ളാഹു, സത്യപ്പെടുത്തുന്നവനാണ്. സദഖ അബ്ദി, അള്ളാഹു പറയും, എൻ്റെ അടിമ സത്യം പറഞ്ഞിരിക്കുന്നു. ലാ ഇലാഹ ഇല്ലാ അന വ അന അക്ബർ, ഞാനല്ലാതെ ആരാധനക്ക് അർഹനില്ല, ഞാനാണ് ഏറ്റവും വലിയവൻ. വഇദാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു, 2-മത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയും, സദഖ അബ്ദി, എൻ്റെ അടിമ സത്യം പറഞ്ഞിരിക്കുന്നു. ലാ ഇലാഹ ഇല്ലാ അന വഹ്ദി, ഞാനല്ലാതെ ആരാധനക്ക് അർഹനില്ല, ഞാൻ മാത്രമേ ആരാധനക്ക് അർഹനായുള്ളൂ. വഇദാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ശരീക ലഹ്, അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല, ലാ ശരീക ലഹ്, അവനൊരു പങ്കാളിയുമില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയും, സദഖ അബ്ദി, എൻ്റെ അടിമ സത്യം പറഞ്ഞിരിക്കുന്നു. ലാ ഇലാഹ ഇല്ലാ അന ലാ ശരീക ലി, ഞാനല്ലാതെ ആരാധനക്ക് അർഹനില്ല, എനിക്കൊരു പങ്കുകാരനില്ല. അടിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദ്, അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല, അവൻ്റെതാണ് എല്ലാ അധികാരവും, അവനുള്ളതാണ് എല്ലാ സ്തുതിയും എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയും, സദഖ അബ്ദി, എൻ്റെ അടിമ പറഞ്ഞത് സത്യമാണ്. ലാ ഇലാഹ ഇല്ലാ അന ലീ അൽ മുൽക്കു വലഹുൽ ഹംദു, ഞാനല്ലാതെ ആരാധനക്ക് അർഹനില്ല, എൻ്റെതാണ് എല്ലാ അധികാരവും ആധിപത്യവും, എനിക്കാണ് സർവസ്തുതിയും. വഇദാ ഖാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഇതാരെങ്കിലും പറഞ്ഞാൽ അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹനായി മറ്റാരുമില്ല, എനിക്കൊരു കഴിവോ ശക്തിയോ ഇല്ല അള്ളാഹുവിനെ കൊണ്ടല്ലാതെ എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയും, സദഖ അബ്ദി, എൻ്റെ അടിമ പറഞ്ഞത് സത്യമാണ്. ലാ ഇലാഹ ഇല്ലാ അന വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബി, ഞാനല്ലാതെ ആരാധനക്ക് അർഹനില്ല, എന്നെ കൊണ്ടല്ലാതെ ഒരു കഴിവും ശക്തിയുമില്ല. ശേഷമാണ് ഈ ഹദീസിൽ വന്നിട്ടുള്ളത്, മൻ റുസിഖഹുന്ന ഇൻദൽ മൗതി ഇൻദ മൗതിഹി ലം തമസ്സഹുന്നാർ,
ആർക്കെങ്കിലും ഇത് മരണസമയത്ത് പറയാൻ സാധിച്ചാൽ അവനെ നരകം സ്പർശിക്കുകയില്ല എന്ന്. യാ സുബ്ഹാനല്ലാഹ്, നോക്കൂ നിങ്ങൾ, നരകം തീരെ സ്പർശിക്കാത്ത ആളുകളിൽ ഇത് അവസാനം പറയാൻ സാധിച്ചവർക്ക് അവരിൽ ഉൾപ്പെടാൻ സാധിക്കുമെന്നാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈ അടുത്ത കാലത്ത് ജീവിച്ചു മരിച്ചുപോയ പണ്ഡിതന്മാരിൽ ഒരാൾ, അദ്ദേഹത്തെ ചികിത്സിച്ചിരുന്ന ആശുപത്രിയിലെ ജീവനക്കാരിൽ ചിലർ, അറബ് ലോകത്ത് നടന്ന ഒരു സംഭവമാണ്. അവർ പറയുകയുണ്ടായി, അദ്ദേഹം ഈ രോഗശയ്യയിലായി കിടക്കവേ ഇത് ചൊല്ലുക മാത്രമല്ല, അദ്ദേഹം ഇത് പറഞ്ഞു. ആ സമയത്ത് അദ്ദേഹം അടുത്ത ബെഡിൽ കിടക്കുകയുണ്ടായിരുന്ന ആൾക്കിത് പറഞ്ഞു കൊടുത്തു എന്നാണ്. അങ്ങനെ രണ്ടുപേരും ഇത് പറഞ്ഞ് മരണപ്പെട്ടു. അപ്പം അദ്ദേഹത്തെക്കുറിച്ച് ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാർ പറയുകയാണ്, അദ്ദേഹം മരണസമയത്ത് ഇത് പറയുക മാത്രമല്ല, പഠിപ്പിക്കുക കൂടി ചെയ്തിട്ടാണ് മരിച്ചത്. സുബ്ഹാനല്ലാഹ്, അത് വേറൊരാളെ കൊണ്ട് അയാൾക്കും കൂടി പറയാൻ കാരണമായിട്ടാണ് ഇത് അദ്ദേഹം മരിച്ചത്. സഹോദരങ്ങൾ, നല്ല അമലിൽ അന്ത്യം ലഭിക്കുക എന്നത് നിസാരമായ കാര്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അസലഹു എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമക്ക് അങ്ങനെ ഖൈർ ഉദ്ദേശിച്ചാൽ അവന്റെ മരണം അത് മധുരകരമാക്കി തീർക്കും. അവന്റെ മരണം എന്നത് ഒരു സാലിഹായ അമലിന് തൊട്ടുടനെ ആക്കി തീർക്കും. കാരണം ആളുകൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക അവരുടെ മരണം എങ്ങനെയാണോ അങ്ങനെയാണ്. എങ്ങനെയാണ് മരിക്കുക? ജീവിച്ചത് എങ്ങനെയാണോ സിദ്ഖോടെ, നീ ആത്മാർത്ഥതയോടെ നിന്റെ ഉള്ളും പുറവും ഏത് കോലത്തിലായിരുന്നോ ജീവിച്ചത് അങ്ങനെയാണ് മരിക്കുക. എങ്ങനെയാണോ മരിച്ചത് അങ്ങനെയാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. അസ്സലുല്ലാഹി ലീ വലക്കും തൗഫീഖ്, അസ്സലുല്ലാഹി ലീ വലക്കും ഹുസ്നുൽ ഖാത്തിമ. അള്ളാഹു നമ്മുടെ അവസാനത്തെ വാക്ക് കലിമത്തു ഷഹാദ ആക്കി തീർക്കുമാറാകട്ടെ. നോക്കൂ നിങ്ങൾ, അള്ളാഹു അവനെ സത്യപ്പെടുത്തുന്നു. അതുപോലെ അവന്റെ ഈ ഏകത്വം തൗഹീദ് അത് സാക്ഷ്യപ്പെടുത്തിയ അതിന് സാക്ഷികളായ ആളുകളെ അള്ളാഹു സത്യപ്പെടുത്തും. നബിമാരെ നോക്കൂ നിങ്ങൾ, അവർ പറഞ്ഞ സത്യത്തിന് അള്ളാഹു സ്ഥാപിച്ച തെളിവുകൾ എത്ര അധികമാണ്. അങ്ങനെ അള്ളാഹു സ്ഥാപിക്കും. നീ സത്യമാണോ പറയുന്നത്? പേടിക്കണ്ട. അള്ളാഹു സത്യത്തിനു മേലൊരു പ്രകാശമുണ്ടാക്കുന്നതാണ്. അത് കാണേണ്ട ആളുകൾക്ക് അത് കാണാൻ സാധിക്കും. നോക്കൂ, അള്ളാഹു പറഞ്ഞത് സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖി വഫി അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. അള്ളാഹു പറയുന്നു, നാം നമ്മുടെ ആയത്തുകൾ അവർക്ക് കാണിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. ഫിൽ ആഫാഖി, ചക്രവാളങ്ങളിൽ, വഫി അൻഫുസിഹിം, അവരിൽ തന്നെയും, ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്, സത്യമാണ് എന്ന് ബോധ്യമാകുമാറ് തെളിവുകൾ അള്ളാഹു സ്ഥാപിക്കുന്നതാണ്. അങ്ങനെ സത്യത്തിന് ഉപോത്ഫലകമായ തെളിവ് സ്ഥാപിക്കുന്ന, അതിനെ സത്യപ്പെടുത്തുന്ന മുഅ്മിനാണ് റബ്ബ്, സത്യപ്പെടുത്തുന്നവൻ എന്ന് അർത്ഥം. നോക്കൂ, അള്ളാഹു പറയുന്നത് അവലം യക്ഫി ബിറബ്ബിക അന്നഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. നിന്റെ റബ്ബ് പോരെ, അവന് മതിയായതല്ലേ അവൻ എല്ലാ കാര്യത്തിനും സാക്ഷിയാണ് എന്നത്. അവനെല്ലാത്തിനും സാക്ഷിയാണ്, അവൻ സത്യത്തിന് സാക്ഷിയാണ്, അവൻ അതിന് തെളിവുകൾ സ്ഥാപിക്കും. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നടന്ന ഒരു സംഭവം, ഇത് ഈ കാര്യം മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കും. സെയ്ദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹു എന്നു പേരുള്ള സഹാബി പറയുകയാണ്, കുൻതു ഫി ഗസാത്തിൻ, ഞാനൊരു യുദ്ധത്തിൽ ആയിരുന്നു. ആ യുദ്ധത്തിൽ പങ്കെടുക്കവേ ഫസമിഅതു അബ്ദുല്ലാഹി ഇബ്നു ഉബൈ യഖൂൽ, മുനാഫിഖുകളുടെ തലവനായ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സുലൂൽ അവൻ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു. എന്താണ് പറഞ്ഞത്? ലാ തുൻഫിഖു അലാ മൻ ഇൻദ റസൂലില്ലാഹ് ഹത്താ യൻഫദ്ദു മിൻ ഹൗലിഹി. നബിയുടെ കൂടെയുള്ളവർക്ക് ഇനി നിങ്ങളൊന്നും സമ്പത്ത് കൊടുക്കരുത്, അവർ പോകുന്നത് വരെ, നബിയെ വിട്ട് പോകുന്നത് വരെ. അതുപോലെ വല റജഅന മിൻ ഇൻദിഹി ലയുഖ്രിജന്ന അൽ അഅസ്സു മിൻഹൽ അദൽ. മദീനയിൽ നമ്മളവിടെ തിരിച്ചെത്തിയാൽ അവിടെ ഇസ്സത്തുള്ളവർ ഇസ്സത്തില്ലാത്തവരെ നിന്നരെ പുറത്താക്കും. അവൻ നബിയുടെ സഹാബിമാരെയാണ് ഉദ്ദേശിക്കുന്നത്. ഇത് സഹാബിയായ സെയ്ദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹു കേട്ടു. അദ്ദേഹം പറയുകയാണ്, ഫദക്കർതു ദാലിക ലിഅമ്മി, ഞാൻ എൻ്റെ അമ്മിന്, അദ്ദേഹത്തിൻ്റെ മൂത്ത പ്രായമുള്ള ഒരാളെ ആണ്, നേരെ ഉപ്പയുടെ സഹോദരനല്ല ഇവിടെ അമ്മെന്ന് ഉദ്ദേശിച്ചത്. അമ്മിൻ്റെ അർത്ഥം അതാണ്, പിതൃ സഹോദരൻ എന്നാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു റവാഹ എന്ന സഹാബിയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന് ഹദീസിന്റെ വിശദീകരണ ഗ്രന്ഥങ്ങളിൽ കാണാം. അദ്ദേഹത്തോട് അത് പറഞ്ഞു കൊടുത്തു, അല്ലെങ്കിൽ ഉമറിനോട് പറഞ്ഞു കൊടുത്തു, രണ്ടാളൊരാളോടാണ് പറഞ്ഞു കൊടുത്തത്. ഫദക്കറഹു ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം അത് പോയി
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഫഅർസല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ വഅസ്ഹാബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുനാഫിഖ് ഇങ്ങനെ പറഞ്ഞു എന്നറിഞ്ഞപ്പോൾ അവനെ അവന്റെ ആളുകളെ വിളിപ്പിച്ചു, പറഞ്ഞിട്ടുണ്ടോ എന്നറിയാൻ. അത് പരസ്യമായി അവർ പറയുകയില്ല. ഫഹലഫു മാ ഖാലു. അബ്ദുല്ലാഹി ഇബ്നു ഉബൈ മുനാഫിഖാണല്ലോ, അവൻ സത്യം ചെയ്ത് പറഞ്ഞു. എന്ത് പറഞ്ഞിട്ടില്ല എന്ന്? അങ്ങനെ പറഞ്ഞിട്ടില്ല. സെയ്ദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹു പറയാൻ, ഫകദ്ദബനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസദ്ദഖ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു ഉബൈ പറഞ്ഞതാണ് ശരിവെച്ചത്, ഞാൻ പറഞ്ഞത് കളവാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധരിച്ചത്. അങ്ങനെ ഫഅസാബനി ഹമ്മുൻ ലം യുസ്ബനി മിസ്ലുഹു ഖത്തു. എനിക്ക് അങ്ങേയറ്റത്തെ പ്രയാസമായി, അങ്ങേയറ്റത്തെ മാനസിക വിഷമം എനിക്കായി, ഒരിക്കലും എനിക്കുണ്ടാകാത്ത അത്ര പ്രയാസമാണ്. ഫജലസ്തു ഫിൽ ബൈത്ത്, വീട്ടിൽ ഞാൻ ആകെ മാനസിക സംഘർഷത്തിൽ ഇരിക്കുകയാണ്. ഫഖാല ലി അമ്മി, എൻ്റെ പിതൃ സഹോദരൻ എന്നോട് പറഞ്ഞു, മാ അറദ്ത ഇലാ അൻ കദ്ദബക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഖതക. എന്താണ് നീ ഇതിലൂടെ ഉദ്ദേശിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നെ കളവാക്കി, നബിക്ക് നിന്നോട് കോപമുണ്ടായി, ഇതിന് മാത്രം നീ എന്താണ് ഉദ്ദേശിച്ചത്? ഇങ്ങനെ ചെയ്തത് എന്തിനാണ് എന്നർത്ഥത്തിൽ പറഞ്ഞു. ഫഅൻസലല്ലാഹ്, അള്ളാഹു ആയത്ത് അവതരിപ്പിക്കാൻ, സൂറത്തുൽ മുനാഫിഖൂനിലെ സൂറത്തുൽ മുനാഫിഖൂൻ അള്ളാഹു അവതരിപ്പിക്കാൻ, ഇദാ ജാഅകൽ മുനാഫിഖൂന ഖാലു നശ്ഹദു ഇന്നക ലറസൂലുള്ളാഹ് എന്ന് തുടങ്ങുന്ന സൂറത്ത്. ഇതിൽ സെയ്ദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹു കേട്ട വാക്കുകൾ എന്താണ്? അത് അങ്ങനെ തന്നെ അള്ളാഹു അവതരിപ്പിച്ചിട്ടുണ്ട്. മുനാഫിഖുകൾ അവർ പറഞ്ഞു, ലാ തുൻഫിഖു അലാ മൻ ഇൻദ റസൂലില്ലാഹ് ഹത്താ യൻഫദ്ദു മിൻ ഹൗലിഹി ഹത്താ യൻഫദ്ദു എന്ന് പറയുന്ന ആയത്തുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ മദീനയിൽ തിരിച്ചെത്തിയാൽ ഞങ്ങൾ ഇസ്സത്തുള്ളവർ ഇസ്സത്തില്ലാത്ത നിന്ദന്മാരെ പുറത്താക്കും എന്ന മുനാഫിഖുകളുടെ വാക്ക്. അള്ളാഹു അതിന് മറുപടി പറഞ്ഞു. ആദ്യത്തിന് മറുപടി പറഞ്ഞു, അള്ളാഹുവിൻ്റെതാണ് ആകാശഭൂമികളിലെ ഖജനാവുകൾ, നിങ്ങൾ കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇസ്സത്തുള്ളവർ അഥവാ അവരാണ് അവർ ഉദ്ദേശിച്ചത്, നിന്നരെ പുറത്താക്കും. അള്ളാഹു മറുപടി പറഞ്ഞു, വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ. അന്തസ്, പ്രതാപം എന്നത്, ഇസ്സത്ത് എന്നത് അള്ളാഹുവിനും അവൻ്റെ റസൂലിനും മുഅ്മിനുകൾക്കും ഉള്ളതാണ്. മുനാഫിഖുകൾക്ക് കാര്യം അറിയുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പാരായണം ചെയ്തു. ഫബഅസ ഇലയ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സെയ്ദ് ബിൻ അർഖം പറയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ വിളിപ്പിച്ചു. വഖറ, ഇത് പാരായണം ചെയ്തു. ഫഖാൽ, എന്നിട്ട് പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് സദ്ദഖക യാ സെയ്ദ്. ഓ സെയ്ദ്, അള്ളാഹു നിന്നെ സത്യപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയുള്ള മുഅ്മിനാണ് റബ്ബ്. റബ്ബ് സുബ്ഹാനഹു വ തആല സത്യത്തിന് തെളിവ് സ്ഥാപിക്കുന്ന, അവരെ പരാജിതരാക്കാത്ത, നിന്ദരാക്കാത്ത റബ്ബാണ് അവൻ. അതുകൊണ്ട് നീ ഹക്കിന്റെ മുകളിലാണോ, അബ്ശിർ, സന്തോഷിക്കുക. ആര് കൂടെ ഇല്ലെങ്കിലും കൂട്ടിനില്ലെങ്കിലും ഹക്കിലാണോ നീ, യഥാർത്ഥ വിജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഹക്കിലാണോ നിലകൊള്ളുന്നത്, റബ്ബിന് വേണ്ടിയാണോ ജീവിക്കുന്നത്, സന്തോഷിക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ കൈവടിയുകയില്ല, അവൻ സഹായിക്കും, അള്ളാഹു സത്യപ്പെടുത്തും, അവൻ പിന്തുണയേകും. അപ്പൊ നോക്കൂ നിങ്ങൾ, സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യപ്പെടുത്തി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. നേരത്തെ ഉണ്ടായ പ്രയാസം എവിടെ, ഈ സന്തോഷം എവിടെ? രണ്ടും ഇവിടെ കിടക്കുന്നു. ഇമാം ബുഖാരി ഉദ്ധരിച്ച സംഭവമാണിത്. ബുഖാരിയുടെ സഹീഹിൽ നമുക്കിത് കാണാം. ഇതാണ് റബ്ബിന്റെ അൽ മുഅ്മിൻ എന്ന പേരിന്റെ ഒരർത്ഥം. മറ്റൊരർത്ഥം എന്താണ്? അൽ മുഅ്മിൻ എന്നാൽ അവൻ അംന് നൽകുന്നവനാണ്, അവൻ നിർഭയത്വമേകുന്നവനാണ്. മുഅ്മിനിന്റെ മറ്റൊരർത്ഥം അഭയമേകുന്നവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. അള്ളാഹു അവനെ കുറിച്ച് പറഞ്ഞ എന്താണ്? അല്ലദീ അത്അമഹും മിൻ ജൂഅ് വ ആമനഹും മിൻ ഖൗഫ്. അള്ളാഹു അവർക്ക് വിശപ്പിന് ശേഷം ഭക്ഷണം നൽകിയവനാണ്, ഭയപ്പാടിന് ശേഷം നിർഭയത്വം നൽകിയവനാണ്. ആമന എന്ന് പറയും, നിർഭയത്വം നൽകി എന്ന അർത്ഥത്തിൽ. മനസ്സിലായില്ലേ? വിശ്വസിച്ചു എന്ന് പറയുന്നത് പോലെ അമ്ന് നൽകി, അമാൻ നൽകി, നിർഭയത്വം നൽകുക, അഭയം നൽകുക. അങ്ങനെ അഭയം നൽകുന്നവനാണ് റബ്ബ്. നോക്കൂ നിങ്ങൾ, അള്ളാഹു അവനെ കുറിച്ച്, മുഅ്മിനുകളെ കുറിച്ച്, അവർ തൗഹീദിൽ അടിയുറച്ചു നിന്നാൽ, അള്ളാഹുവിനെ മാത്രം ആരാധിച്ചാൽ പ്രതിഫലം അവൻ വാഗ്ദാനം നൽകിയ ചില കാര്യങ്ങളുണ്ട്. സൂറത്തു നൂറിലെ ആയത്തിൽ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. മുസ്ലിം ഉമ്മത്തിന്റെ പ്രതിസന്ധിയിൽ പ്രയാസം അനുഭവിക്കുന്ന, അവർക്ക് വിജയം നേടണമെന്ന് ആഗ്രഹിക്കുന്ന, അധികാരം കിട്ടണം, നിർഭയത്വം കിട്ടണം, ദീൻ പാലിച്ച് ജീവിക്കാനുള്ള സൗകര്യം വേണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ, പരിഹാരം അള്ളാഹു പറഞ്ഞിരിക്കുന്നു. വേറെ ഒന്നുമല്ല പരിഹാരം. അള്ളാഹു പറയുന്നു, വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സാലിഹാത്ത്. ഈമാനും സാലിഹായ പ്രവർത്തനങ്ങളുമുള്ള നിങ്ങളിലെ ആളുകൾക്ക്
ഈമാനുള്ള സൽപ്രവർത്തനം പ്രവർത്തിക്കുന്നവർക്ക് അള്ളാഹു വാഗ്ദാനം നൽകിയിരിക്കുന്നു, ലാ യസ്തഖ്ലിഫന്നഹും ഫിൽ അർദ്, ഭൂമിയിൽ അള്ളാഹു അവർക്ക് അധികാരം നൽകും, കമാ ഇസ്തഖ്ലഫ അല്ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പുള്ളവർക്ക് അധികാരം നൽകിയതുപോലെ. അതുപോലെ വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർതദാ ലഹും, അള്ളാഹു തൃപ്തിപ്പെട്ടു നൽകിയ ദീനേതോ അത് പാലിക്കാനുള്ള സൗകര്യം അള്ളാഹു നൽകും. വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംന, ഭയപ്പാടിന് ശേഷം അള്ളാഹു നിർഭയത്വം നൽകും. നിർഭയത്വം നൽകുന്ന മുഅ്മിനാണ് റബ്ബ്. എന്താണ് കണ്ടീഷൻ? എന്താണ് നിബന്ധന? എന്താ? യഅ്ബുദൂനനി ലാ യുശ്രികൂന ബി ശൈഅ, എന്നെ മാത്രം അവർ ആരാധിക്കുക, എന്നിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക. മുസ്ലിം ഉമ്മത്ത് എന്ന് തൗഹീദിലേക്ക് തിരിച്ചുപോയോ, ശിർക്ക് വലിച്ചെറിഞ്ഞോ, അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. അള്ളാഹു സഹായിക്കും, സംശയമില്ല. റബ്ബിന്റെ സഹായം ഉണ്ടാകും. അള്ളാഹു അന്തസ്സ് നൽകും, അധികാരവും സൗകര്യവും എല്ലാം നൽകും. തൗഹീദ് പഠിപ്പിക്കുക, തൗഹീദ് പ്രചരിപ്പിക്കുക, അതായിരിക്കണം ഒന്നാമത്തെ ലക്ഷ്യം, അതായിരിക്കണം ഏറ്റവും വലിയ ലക്ഷ്യം. അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ മുവഹിദുകളെ, അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും അവരുടെ ചർച്ച മാറ്റിവിടാനും എന്നും പിശാചുക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. വേറെന്തൊക്കെയോ ഒരു പ്രയോജനവുമില്ലാത്ത വിഷയങ്ങളിലേക്ക് ആളുകളെ കൊണ്ടുപോകും. ഒരു ഉപകാരം ഉണ്ടാവില്ല, ഒരു പ്രയോജനം ഉണ്ടാവില്ല. മരിക്കാൻ കാലത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എന്തിനാണ് ഞാൻ കുറെ തർക്കിച്ചത് എന്ന് നിരാശപ്പെടേണ്ടി വരും. അതേസമയം തൗഹീദിന് വേണ്ടിയാണോ സംസാരിച്ചത്, സുന്നത്തിന് വേണ്ടിയാണോ, ശിർക്കിനും ബിദ്അത്തിനും എതിരിലാണോ, മരിക്കാൻ നേരത്ത് അത് നീ ആലോചിച്ചാൽ നിനക്ക് ആശ്വസിക്കാം. അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ഹക്കിന് വേണ്ടിയാണ് ഞാൻ സംസാരിച്ചത്. റബ്ബും പടപ്പുകളെ പടച്ചത് എന്തിനോ അതിനു വേണ്ടി. അള്ളാഹു നബിമാരെ മുഴുവൻ നിയോഗിച്ചത് എന്തിനു വേണ്ടിയോ, കിതാബുകൾ മുഴുവൻ അവതരിപ്പിച്ചത് എന്തിനു വേണ്ടി, അതിനു വേണ്ടി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിലേക്ക് ദഅവത്ത് നടത്തി? തുടക്കത്തിലും ഒടുക്കത്തിലും ഏറ്റവും നബി പ്രാധാന്യം നൽകിയ കാര്യമെന്ത്? അതിനുവേണ്ടിയാണ് ഞാൻ സംസാരിച്ചത്, തർക്കിച്ചത് എങ്കിൽ ആശ്വസിക്കാം, അൽഹംദുലില്ലാ. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. മുവഹിദുകളായ ആളുകൾ, കുറെ ആളുകൾ, വഴിമുടക്കികളായ ആളുകൾ വരും, എന്തൊക്കെയോ വിഷയങ്ങളിലേക്ക് ആളുകളെ തളച്ചിടാൻ ശ്രമിക്കും. മനസ്സിലായില്ലേ? ചിലപ്പോൾ നിനക്കെതിരെയായിരിക്കും അവൻ സംസാരിച്ചത്, പക്ഷെ നീ അതിന്റെ പിന്നാലെ പോയാൽ നിന്റെ ദഅവത്തിന്റെ വഴി മാറും, നിന്റെ പ്രബോധനത്തിന്റെ വഴി മാറും. അതുകൊണ്ട് തിരിഞ്ഞു കളയുക അതിൽ നിന്ന്. ലക്ഷ്യം കൃത്യമാണ്. തൗഹീദാണ് സംസാരിക്കേണ്ടത്, സുന്നത്താണ് സംസാരിക്കുന്നത്. ശിർക്കിന്റെ ആളുകളാണ്, അവരാണ് നമ്മുടെ എതിരാളികൾ. ബിദ്അത്തിന്റെ ആളുകളാണ് നമ്മുടെ എതിരാളികൾ, അഥവാ അതിന്റെ നേതാക്കന്മാർ എതിരാളികളാണ്. അവരുടെ കെണിയിൽ നിന്ന് പെട്ടുപോയ കുറെ സാധുക്കളുണ്ടാവും. അവരെ അള്ളാഹു മോചിപ്പിക്കാൻ നമ്മൾ കാരണമായി തീരണം. അതിനു വേണ്ടി പണിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതല്ല ആളുകൾ പലതും അത് പറഞ്ഞൂടെ ഇത് പറഞ്ഞൂടെ എന്നൊക്കെ ആളുകൾ പറയും. അതൊന്നും ശ്രദ്ധിക്കരുത്. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ലക്ഷ്യം എന്താണോ അതിലേക്ക് നീങ്ങുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നോക്കൂ നിങ്ങൾ, അള്ളാഹു നിർഭയത്വം നൽകുന്നവനാണ്, ഭയപ്പാടിന് ശേഷം നിർഭയത്വം നൽകുന്നവനാണ് എന്ന് പറഞ്ഞു. അങ്ങനെ നിർഭയത്വം നൽകുന്നവനാണ് മുഅ്മിനായ റബ്ബ് സുബ്ഹാനഹു വ തആല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നോക്കൂ നിങ്ങൾ, അമ്മന ഖൽഖഹു മിൻ അൻ യദ്ലിമഹും, അള്ളാഹു സൃഷ്ടികൾക്ക് നിർഭയത്വം നൽകിയിരിക്കുന്നു. എന്തിൽ നിന്ന്? അള്ളാഹു ഒരിക്കലും ദുൽമ ചെയ്യുകയില്ല. അവന്റെ അക്രമം, അതിൽ നിന്ന് നിങ്ങൾ നിർഭയരാണ്. അള്ളാഹു അക്രമം പ്രവർത്തിക്കുകയില്ല. അള്ളാഹു ചെയ്താൽ ചോദ്യം ചെയ്യാൻ ആരുമില്ല, പക്ഷേ അള്ളാഹു ഒരിക്കലും ദുൽമ ചെയ്യാത്തവനാണ്. അക്രമം അള്ളാഹു ഉദ്ദേശിച്ചിട്ടേ ഇല്ല എന്നാണ് പറഞ്ഞത്. വമല്ലാഹു യുരീദു ദുൽമൻ ലിൽ ആലമീൻ, അള്ളാഹു ലോകരോട് അക്രമം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറയുകയാണ്, അള്ളാഹു പറഞ്ഞിരിക്കുന്നു, ഇന്നി ഖദ് ഹറംതു ദുൽമ അലാ നഫ്സി, ഞാൻ ദുൽമ എന്റെ മേൽ ഹറാമാക്കിയിരിക്കുന്നു. അള്ളാഹു ഒരിക്കലും അനീതി ചെയ്യുകയില്ല, അക്രമം അള്ളാഹു ചെയ്യുകയില്ല. അത് ഉറപ്പിച്ചുകൊള്ളുക മനസ്സിൽ. മനസ്സിലായില്ലേ? ഒരിക്കലും അള്ളാഹു ചെയ്യുകയില്ല. അത് നോക്കൂ, അതിൽ നിന്ന് അള്ളാഹു പടപ്പുകൾക്ക് നിർഭയത്വം നൽകിയിരിക്കുന്നു. എത്ര നീ പേടിച്ചാലും, ഏത് കാര്യം നീ ഭയപ്പെടുന്നുണ്ടെങ്കിലും, സത്യസന്ധമായി അള്ളാഹുലേക്ക് അഭയം തേടി ചെന്നാൽ അള്ളാഹു അഭയം തരും, അള്ളാഹു നിർഭയത്വം തരും. പേടി റബ്ബ് സുബ്ഹാനഹു വ തആല മാറ്റിത്തരും. അതുകൊണ്ട് കുടുംബത്തിൽ നിർഭയത്വം വേണോ, നാട്ടിൽ നിർഭയത്വം വേണോ, ആളുകൾക്ക് നിർഭയത്വം വേണോ, അള്ളാഹുവിന്റെ കയ്യിലാണ്, റബ്ബിന്റെ കയ്യിലാണ് നിർഭയത്വം. പേടി മാറ്റി തരേണ്ടത്, ഭയപ്പാടിൽ നിന്ന് മോചനം നൽകേണ്ടത് റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹു തൗഹീദുള്ള, ശിർക്ക് കലരാത്ത, റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് നിർഭയത്വം നൽകിയത് അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. അല്ലദീന ആമനു, ആരാണോ മുഅ്മിനുകളായിട്ടുള്ള ആളുകൾ, വിശ്വസിച്ചവർ, വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, അവരുടെ ഈമാനിൽ ദുൽമ കലർത്താത്തവരാണോ, ആരാണോ,
ഏതാണ് ഈമാനിൽ അദുൽമ? അത് ശിർക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിച്ചിട്ടുണ്ട്. അത് കലർത്താതിരുന്നാൽ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ, അവർക്കാണ് നിർഭയത്വം, അവർക്കാണ് അവരാണ് സന്മാർഗത്തിലായിട്ടുള്ള ആളുകൾ. ശിർക്ക് അത് നിർഭയത്വം നശിപ്പിക്കും. അള്ളാഹു പറഞ്ഞില്ലേ, മുശ്രിക്കുകളുടെ അവരുടെ ഹൃദയങ്ങളിൽ നാം പേടിയിട്ട് കൊടുത്തു. നിർഭയത്വം നശിപ്പിക്കും. അതുപോലെ പാപങ്ങൾ അതിൻ്റെ തോതനുസരിച്ച് അമ്നിൽ കുറവുണ്ടാക്കും. മനസ്സിലായില്ലേ? തിന്മകൾ അതിൻ്റെ തോതനുസരിച്ച് നിർഭയത്വം ഇല്ലാതാക്കും. അള്ളാഹുവിനെ യഥാവിധി ഭയപ്പെടുന്നവൻ യഥാർത്ഥത്തിൽ ആരെയും പേടിക്കേണ്ടി വരികയില്ല. അള്ളാഹുവിന് നിർഭയത്വം നൽകും. എന്നാൽ റബ്ബിനെ പേടിക്കാത്തവൻ അതിൻ്റെ തോതനുസരിച്ച് അവൻ ആളുകൾ പേടിക്കേണ്ടി വരുന്നതാണ്. എത്രത്തോളം അവന് റബ്ബിനോടുള്ള ഭയത്തിൽ കുറവുണ്ടോ, തിന്മകൾ ചെയ്യുന്നുണ്ടോ, അതിനനുസരിച്ച് അവൻ സൃഷ്ടികളെ പേടിക്കേണ്ടി വരും. ഇതാണ് അൽ മുഅ്മിൻ എന്ന റബ്ബിൻ്റെ പേരിൻ്റെ വിശദീകരണമായി പറയാനുള്ളത്. അല്ലമനില്ലാഹു വയ്യാക്കും. അള്ളാഹു നമുക്ക് ഉപകാരപ്രദമായ വിജ്ഞാനം നൽകുമാറാകട്ടെ. അള്ളാഹു പഠിപ്പിച്ച വിജ്ഞാനം നമുക്ക് ഉപകാരപ്പെടുത്തുമാറാകട്ടെ. വല്ലാഹു തആല അലം.